ഹായ് എവരിവൺ, നമ്മളിന്ന് ഒപ്റ്റിക്സ് ആൻഡ് റീഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നുള്ള കുറച്ച് MCQs ആണ് നോക്കാൻ പോകുന്നുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ വിഷൻ അതുപോലെ തന്നെ അനാട്ടമി ആൻഡ് ഫിസിയോളജീൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് MCQs ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ ഈസ്. ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് എന്താണ്? മാനിഫെസ്റ്റ് പ്ലസ് ലാറ്റൻ്റ് ആണ്. മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ എന്ത് വരും? ഫാക്കൽറ്റേറ്റീവ് പ്ലസ് അബ്സല്യൂട്ട് വരും. അപ്പോൾ ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് ഫാക്കൽറ്റേറ്റീവ് പ്ലസ് അബ്സല്യൂട്ട്, അതായത് മാനിഫെസ്റ്റ് പ്ലസ് ലാറ്റൻ്റ്, അതാണ് എന്ത്? ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ്. എന്താണ്? പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയ. നെക്സ്റ്റ്, മാഡോക്സ് ബി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡയഗ്നോസിസ് ഓഫ് അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ മാഡോക്സ് ബി ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്? അസ്റ്റിഗ്മാറ്റിസം ആണ്. അസ്റ്റിഗ്മാറ്റിക് ഫാൻ ആൻഡ് ബ്ലോക്ക് ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാഡോക്സ് ബി ടെസ്റ്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വൈൽ ഡൂയിങ് IOL പവർ കാൽക്കുലേഷൻ ചേഞ്ച് ഇൻ ഡാഷ് അഫക്റ്റ് മോർ ഓൺ IOL പവർ. അപ്പോൾ എന്തിൻ്റെ ചേഞ്ചാണ്? ആക്സിയൽ ലെങ്ത്തിൻ്റെ ചേഞ്ചാണ് എന്ത്? IOL പവറിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ IOL പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്സിയൽ ലെങ്ത്ത് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അഫക്റ്റ് മോർ ഓൺ IOL പവർ. അപ്പോൾ IOL ഇതിൻ്റെ ഫോർമുല എന്താണ്? P = A - 2.5 L - 0.9 K. ഇതിനകത്ത് A എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. L നമ്മളിപ്പോൾ പറഞ്ഞ ആക്സിയൽ ലെങ്ത് ആണ്. K കെരാറ്റോമെട്രി റീഡിംഗ് ആണ്. ഓക്കെ, സോ A ഈസ് കോൺസ്റ്റൻറ്റ്, L എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലെങ്ത് ആണ്, K കെരാറ്റോമെട്രി റീഡിംഗ് ആണ്. ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ചേഞ്ച് ഇൻ ഡാഷ് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ആക്സിയൽ ലെങ്ത് ആണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? എ ചേഞ്ച് ഇൻ L, അതായത് നമ്മുടെ ആക്സിയൽ ലെങ്ത് എഫക്റ്റ് മോർ ബിക്കോസ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2.5. അല്ല, ഇക്വേഷനിൽ 2.5 L എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ Lൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് പറ്റും? IOL പവർ കൂടുതൽ മോർ ആവാനുള്ള സാധ്യതയുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നിയർ പോയിൻ്റ് ഓഫ് കൺവേർജൻസ് ആൻഡ് ഫാർ പോയിൻ്റ് ഓഫ് കൺവേർജൻസ്. നിയർ പോയിൻ്റ് ഓഫ് കൺവേർജൻസും ഫാർ പോയിൻ്റ് ഓഫ് കൺവേർജൻസിൻ്റെ ഇടയിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് ഓഫ് കൺവേർജൻസ് എന്ന് പറയാം. നിയർ പോയിൻ്റ് ഓഫ് കൺവേർജൻസിൻ്റെയും ഫാർ പോയിൻ്റ് ഓഫ് കൺവേർജൻസിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസാണ് റേഞ്ച് ഓഫ് കൺവേർജൻസ്. ഓക്കെ, നെക്സ്റ്റ്, ഡ്യൂറിങ് അക്കോമഡേഷൻ റേഡിയസ് കർവേച്ചർ ഓഫ് ആൻറ്റീരിയർ ലെൻസ് സർഫസ് ഡിക്രീസസ്. ഓക്കെ, അക്കോമഡേഷൻ ഇത് നമ്മൾ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഡ്യൂറിങ് അക്കോമഡേഷൻ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ആൻറ്റീരിയർ ലെൻസ് സർഫസ് ഡിക്രീസസ്. നെക്സ്റ്റ്, അക്കോമഡേറ്റീവ് ഈസോട്രോപ്പിയ ഈസ് ഡ്യൂ ടു. അക്കോമഡേറ്റീവ് ഈസോട്രോപ്പിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പർമെട്രോപ്പിയ ആണ് കറക്റ്റായിട്ട് വരിക. നെക്സ്റ്റ്, പാരാസിമ്പത്തോമിമെട്രിക് ഡ്രഗ്സ് കോസ്. പാരാസിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ് കോസ് എന്താണ്? സ്പാസം ഓഫ് അക്കോമഡേഷൻ ആണ്. നെക്സ്റ്റ്, ആസ് ഏജ് ഇൻക്രീസസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. ഏജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, കൺവേർജൻസ് ഈസ് മെഷേർഡ് ഇൻ. കൺവേർജൻസ് മെഷർ ചെയ്യുന്നത് പ്രിസം ഡയോപ്റ്ററിലാണോ, മീറ്റർ ആംഗിളിലാണോ, അതോ ബോത്ത് ആണോ, നണ്ണാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രിസം ഡയോപ്റ്ററിലും മെഷർ ചെയ്യാറുണ്ട്, മീറ്റർ ആംഗിളിലും മെഷർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരിക ബോത്ത് ആയിരിക്കും. സോ വേർജൻസ് ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രീസ്, prism diopters and meter angle. Okay, meter angle is equal to 1 / target distance in meters. നോട്ട് ചെയ്ത് നോക്കുക. Okay, meter angles can be converted into prism diopters simply by multiplying it by the interpupillary distance. അപ്പോൾ എന്താണ്? വേർജൻസ് നമ്മൾ ഡിഗ്രീസിൽ മെഷർ ചെയ്യാറുണ്ട്, പ്രിസം ഡയോപ്റ്ററിൽ മെഷർ ചെയ്യാറുണ്ട്, മീറ്റർ ആംഗിളിൽ മെഷർ ചെയ്യാറുണ്ട്. ഇനി മീറ്റർ ആംഗിളിൽ മെഷർ ചെയ്തതിന് നമുക്ക് പ്രിസം ഡയോപ്റ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ IPD ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻ്റർപ്യൂപ്പുലറി ഡിസ്റ്റൻസ്, സെൻറ്റിമീറ്ററിലുള്ള ഇൻ്റർപ്യൂപ്പുലറി ഡിസ്റ്റൻസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഈക്വേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇൻ എമ്മെട്രോപ്പിയൻ്റെ കേസിൽ അക്കോമഡേഷൻ നീഡഡ് to see an object is equal to convergence in meter angle for that object distance. ഓക്കെ, എമ്മെട്രോപ്പിയൻ്റെ കേസിൽ മാത്രം ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? കൺവേർജൻസ് ഇൻ മീറ്റർ ആംഗിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, സിമെട്രിക് അസ്റ്റിഗ്മാറ്റിസം. സിമെട്രിക് അസ്റ്റിഗ്മാറ്റിസം ഇസ് വെൻ the principal meridia in each eye have similar but opposite axis. എന്താണ്? the principal meridia
In each eye have similar but opposite axis. In symmetrical astigmatism, the angle in both eyes will be 90 plus x and 90 minus x form. Okay, അപ്പോൾ in symmetrical astigmatism രണ്ട് ഐസിൻ്റെ ആംഗിൾ എങ്ങനെയായിരിക്കും 90 പ്ലസ് എക്സും 90 മൈനസ് എക്സ് ഫോമിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ 90 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1 ഐൻ്റെ 100 ഡിഗ്രി ആയിരിക്കും, മറ്റത് 90 മൈനസ് 10 ആയിട്ടുള്ള 80 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം എന്ന് നമുക്ക് പറയാം. 90 പ്ലസ് എക്സും 90 മൈനസ് എക്സും ആണ്. അവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസലായി പോകും. 90 പ്ലസ് 90 മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ സിമെട്രിക്കൽ അസ്റ്റിഗ്മാറ്റിസം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 180 ആണോ അതിൻ്റെ സമ്മെന്ന് നമുക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ ഫോമിലാണോ എന്ന് നോക്കിയാൽ മതി. 90 പ്ലസ് എക്സും 90 മൈനസ് എക്സിൻ്റെ ഫോമിലാണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 110 ഡിഗ്രിയും 70 ഡിഗ്രിയാണ്. 110 ഡിഗ്രിയും 70 ഡിഗ്രിയാണ്. അത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 180 ഡിഗ്രി കിട്ടും. 180 ഡിഗ്രി കിട്ടും എന്ന് പറയുമ്പോൾ അതെന്താണ്, സിമെട്രിക്കൽ അസ്റ്റിഗ്മാറ്റിസം ആണ്. നെക്സ്റ്റ്, കൺസിക്യൂട്ടീവ് ഹൈപ്പർമെട്രോപ്പിയ ഒക്കർ വെൻ സർജിക്കലി ഓവർ കറക്റ്റഡ് മയോപ്പിയ, സ്യൂഡോഫാക്കിയ വിത്ത് അണ്ടർ കറക്ഷൻ, പാരാലിസിസ് ഓഫ് അക്കോമഡേഷൻ. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ്. സർജിക്കലി ഓവർ കറക്റ്റഡ് മയോപ്പിയയും സ്യൂഡോഫാക്കിയ അണ്ടർ കറക്ഷനാണ് കേട്ടോ. സിമിലർലി ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കൺസിക്യൂട്ടീവ് മയോപ്പിയ. ഇവിടെ നമ്മൾ കൺസിക്യൂട്ടീവ് ഹൈപ്പർമെട്രോപ്പിയ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൺസിക്യൂട്ടീവ് മയോപ്പിയ എപ്പോഴാണ് ഒക്കെ അറിയുന്നത്, ഇൻ സർജിക്കൽ ഓവർ കറക്ഷൻ ഓഫ് ഹൈപ്പർമെട്രോപ്പിയ ആൻഡ് സ്യൂഡോഫാക്കിയ വിത്ത് ഓവർ കറക്ഷൻ. ഓക്കെ, സ്യൂഡോഫാക്കിയ ഓവർ കറക്ഷൻ ആണ്. അതുപോലെ തന്നെ സർജിക്കൽ ഓവർ കറക്ഷനിലാണ് ഇത് നമ്മുടെ കൺസിക്യൂട്ടീവ് മയോപ്പിയ വരുന്നുള്ളത്. ഓക്കെ അല്ലേ. കൺസിക്യൂട്ടീവ് മയോപ്പിയൻ്റെ കേസിൽ സർജിക്കൽ ഓവർ കറക്ഷൻ ഓഫ് ഹൈപ്പർമെട്രോപ്പിയയും സ്യൂഡോഫാക്കിയ വിത്ത് ഓവർ കറക്ഷനുമാണ്. കൺസിക്യൂട്ടീവ് ഹൈപ്പർമെട്രോപ്പിയ ആണെങ്കിൽ സർജിക്കൽ ഓവർ കറക്ഷൻ ഓഫ് മയോപ്പിയയും അതുപോലെ തന്നെ സ്യൂഡോഫാക്കിയ വിത്ത് അണ്ടർ കറക്ഷനാണ്. ഓക്കെ ആണല്ലോ, അത് ഓർത്ത് നോക്കണേ. നെക്സ്റ്റ്, ഫങ്ഷണൽ ഹൈപ്പർമെട്രോപ്പിയ നടക്കുന്നത് എപ്പോഴാണ്, പാരാലിസിസ് ഓഫ് അക്കോമഡേഷൻ്റെ ടൈമിലാണ്. ടൈമിലാണ് കേട്ടോ. നെക്സ്റ്റ്, 1 millimeter ഇൻക്രീസ് ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് കോർണിയ റിസൾട്ട്സ് ഇൻ, അതായത് 1 millimeter ഇൻക്രീസ്, അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ, നമ്മുടെ കോർണിയയുടെ റേഡിയസ് ഓഫ് കർവേച്ചറിൽ 1 millimeter ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തിൽ റിസൾട്ട് ചെയ്യും, 6D ഹൈപ്പർമെട്രോപ്പിയയിലാണ് കേട്ടോ. 6D ഹൈപ്പർമെട്രോപ്പിയ ആണ്, മാറിപ്പോകരുത്. നെക്സ്റ്റ്, ഇഫ് ദർ ഈസ് അസോസിയേറ്റഡ് എക്സോപോറിയ ഹൈപ്പർമെട്രോപ്പിയ ഷുഡ് ബി അണ്ടർ കറക്റ്റഡ്. ഓക്കെ, അസോസിയേറ്റഡ് എക്സോപോറിയ ഉണ്ടെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ എന്തായിരിക്കും, അണ്ടർ കറക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, ഫുഡ് സ്പോട്സ് ആർ സീൻ ഇൻ, ഫുഡ് സ്പോട്സ് എവിടെയാണ് കാണപ്പെടുക, മയോപ്പിയൻ്റെ കേസിലാണ് കേട്ടോ, മയോപ്പിയൻ്റെ കേസിലാണ്. നെക്സ്റ്റ്, ഇതാ ഡുവോക്രോം ടെസ്റ്റ് ആണ്. ഇൻ ഡുവോക്രോം ടെസ്റ്റ് റെഡ് ബിക്കംസ് ക്ലിയർ വെൻ, എന്താണ് റെഡ് എപ്പോഴാണ് ക്ലിയർ ആയിട്ട് വരുന്നുള്ളത്, ഏതിലാണ്, ഡുവോക്രോം ടെസ്റ്റിൻ്റെ കേസിൽ റെഡ് ബിക്കംസ് ക്ലിയർ വെൻ ഹൈപ്പർമെട്രോപ്പിയ ഈസ് ഓവർ കറക്റ്റഡ്. നെക്സ്റ്റ്, ഇൻ സ്പെക്ടക്കിൾ പ്രിസ്ക്രിപ്ഷൻ OU റെപ്രസെൻറ്റ്സ് ബോത്ത് ഐസ്. ഓക്കെ, സ്പെക്ടക്കിൾ പ്രിസ്ക്രിപ്ഷൻ്റെ കേസിൽ OU റെപ്രസെൻറ്റ്സ് ബോത്ത് ഐസ് ആണ്. നെക്സ്റ്റ്, ഫാൾസ് റിഗാർഡിങ് അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസിൽ എന്താണ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കേട്ടോ. റെഗുലർ അസ്റ്റിഗ്മാറ്റിസം ഹാസ് ദ പ്രിൻസിപ്പൽ മെറീഡിയൻസ് ആൻഡ് 90 ഡിഗ്രി ടു ഈച്ച് അതർ, അല്ലേ, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. റെഗുലർ അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ മെറീഡിയൻസ് എന്ന് പറയുന്നത് അറ്റ് 90 ഡിഗ്രി ടു ഈച്ച് അതർ ആയിരിക്കും, അത് കറക്റ്റ് തന്നെയാണ് വരിക. നെക്സ്റ്റ്, നമുക്ക് ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസം ഒക്കേഴ്സ് വെൻ ദ പ്രിൻസിപ്പൽ മെറീഡിയൻസ് ഡു നോട്ട് ലൈ അറ്റ് 90 ഡിഗ്രി ടു ഈച്ച് അതർ, അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ്, ഇറഗുലർ അസ്റ്റിഗ്മാറ്റിസം ഈസ് സീൻ ഇൻ പേഷ്യൻസ് വിത്ത് കെറാട്ടോകോണസ് ഉള്ള പേഷ്യൻസിലാണ് എന്ത് ഇറഗുലർ അസ്റ്റിഗ്മാറ്റിസം കാണുന്നത്, അത് കറക്റ്റാണ്. അസ്റ്റിഗ്മാറ്റിക് ഇമേജ് കനോട്ട് ബി ഫുള്ളി കറക്റ്റഡ് വിത്ത് സ്പെറിക്കൽ ലെൻസ്, ഫുള്ളി നമുക്ക് സ്പെറിക്കൽ ലെൻസ് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ ഏതാണ് റോങ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ടെക്സ്റ്റ് നോട്ട് യൂസ്ഡ് ഇൻ ഡയഗ്നോസിസ് ഓഫ് അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ ഡയഗ്നോസിസിൽ യൂസ് ചെയ്യാത്ത ടെസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബഗോലിനി സ്ട്രൈയേറ്റഡ് ഗ്ലാസസ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ ഒന്ന് നോക്കി വെക്കുക, റെറ്റിനോസ്കോപ്പി,
സ്റ്റിനോപാക് സ്ലിറ്റ്, അസ്റ്റിഗ്മാറ്റിക് ഫാൻ. ഇതൊക്കെ ഡയഗ്നോസിസ് അതിൻ്റെ അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ടെസ്റ്റാണ്. നെക്സ്റ്റ്, കോമണസ്റ്റ് റിഫ്രാക്റ്റീവ് എറർ ഈസ്. കോമൺ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് എറർ എന്ന് പറയുന്നത് അസ്റ്റിഗ്മാറ്റിസം ആണ്. ഓക്കെ, അസ്റ്റിഗ്മാറ്റിസം ആണ്. ഐ അറ്റ് ബർത്ത് ഈസ് അല്ലേ, ഐ അറ്റ് ബർത്ത് ഈസ് മയോപ്പിക് ആണോ, ഹൈപ്പർമെട്രോപ്പിക് ആണോ, അസ്റ്റിഗ്മാറ്റിക് ആണോ, എമെട്രോപ്പിക് ആണോ? കറക്റ്റ് ഓപ്ഷൻ വരിക ഹൈപ്പർമെട്രോപ്പിക് ആയിരിക്കും. ഐ അറ്റ് ബർത്ത് എന്ന് പറയുന്നത് ഹൈപ്പർമെട്രോപ്പിക് ആയിരിക്കും. ഇനി ഈസോട്രോപ്പിയ മേ ബി അസോസിയേറ്റഡ് വിത്ത്, ഈസോട്രോപ്പിയ മേ ബി അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർമെട്രോപ്പിയ. ഓക്കെ, ഹൈപ്പർമെട്രോപ്പിയ ആണ്. നെക്സ്റ്റ്, ലാറ്റിസ് ഡീജനറേഷൻ ഈസ് സീൻ ഇൻ. ലാറ്റിസ് ഡീജനറേഷൻ കാണപ്പെടുന്നുള്ളത് മയോപ്പിയൻ്റെ കേസിലാണ്. റോവിങ് റിംഗ് സ്കോട്ടോമ ഈസ് സീൻ ആഫ്റ്റർ കറക്ഷൻ ഓഫ് അഫാക്യ ബൈ. എന്താണ് റോവിങ് റിംഗ് സ്കോട്ടോമ? റോവിങ് റിംഗ് സ്കോട്ടോമ ഈസ് സീൻ ആഫ്റ്റർ കറക്ഷൻ ഓഫ് അഫാക്യ ബൈ സ്പെക്ടക്കിൾ കറക്ഷൻ. ഓക്കെ, സ്പെക്ടക്കിൾ കറക്ഷൻ. നെക്സ്റ്റ്, the nearest point at which small objects can be seen clearly is called. എന്താണ് the nearest point at which small objects can be seen clearly is called punctum proximum. Okay, punctum proximum. Next, in pseudophakia there will be dash Purkinje's images. എത്ര Purkinje's images ഉണ്ടാവും pseudophakiaൻ്റെ കേസിൽ? 4. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, in aphakia correction using spectacles image is magnified by approximately 30% ആണ്. ഏതിൻ്റെ കേസിലാണ്? അഫാക്കിയ കറക്ഷൻ യൂസിങ് സ്പെക്ടക്കിൾസ്. അഫാക്കിയ കറക്ഷൻ യൂസിങ് സ്പെക്ടക്കിൾസിൻ്റെ കേസിൽ ഇമേജ് എത്ര പെർസെൻറ്റേജ് മാഗ്നിഫൈ ചെയ്ത് കാണും? 30% ആണ്. ടൈപ്പ് ഓഫ് അസ്റ്റിഗ്മാറ്റിസം കോമൺലി സെയിൻ ഇൻ സർജിക്കൽ അഫാക്കിയ. എഗെയിൻസ്റ്റ് ദ റൂളാണ്. എഗെയിൻസ്റ്റ് ദ റൂളാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഫോർ കറക്ഷൻ ഓഫ് അഫാക്കിയ ഈസ് IOL ഇംപ്ലാന്റേഷൻ. എന്താണ് IOL ഇംപ്ലാന്റേഷൻ? ഇനി ആക്സിയൽ ലെങ്ത് ഓഫ് ദ ഐ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? മയോപ്പിയ. സോ ആൻ ഇൻക്രീസ് ഇൻ ആക്സിയൽ ലെങ്ത് ഓഫ് ദ ഐ വിൽ കോസ് മയോപ്പിയ. നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. ഇൻക്രീസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആണെങ്കിലും മയോപ്പിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സിയൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും അതെന്ത് കോസ് ചെയ്യും? മയോപ്പിയ കോസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, ആൻ ഇൻക്രീസ് ഇൻ റേഡിയസ് കർവേച്ചർ ഓഫ് ദ കോർണിയ കോസസ് ഹൈപ്പർമെട്രോപ്പിയ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. റിമെമ്പർ, കർവേച്ചർ വിൽ ഡിക്രീസ് വെൻ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കർവേച്ചർ ഡിക്രീസ് ചെയ്യും. ഇനി ഇൻക്രീസ് ഇൻ കർവേച്ചർ കോസ് മയോപ്പിയ, ഇൻക്രീസ് ഇൻ റേഡിയസ് കർവേച്ചർ കോസ് ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ കർവേച്ചർ എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത്? റേഡിയസ് കർവേച്ചർ കൂടുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചല്ലേ, റേഡിയസ് ഓഫ് കർവേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഇതായിരിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ കർവേച്ചർ ആണെങ്കിൽ അവിടെ മയോപ്പിയാണ്. അതായത് ഇൻക്രീസ് ഇൻ കർവേച്ചർ ആണെങ്കിൽ അവിടെ മയോപ്പിയാണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയാണ്. ആൻറ്റീരിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ലെൻസ് കോസ് മയോപ്പിയ. ആൻറ്റീരിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ലെൻസ് കോസ് myopia. In pathological myopia, optic disc appears. In pathological myopia, optic disc appears large. Okay, large ആണ് കറക്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ്, ഇൻ ക്രോസ് സിലിണ്ടർ ദ ഹാൻഡിൽ ഈസ് അറ്റാച്ച്ഡ് ഡാഷ് ഡിഗ്രി ടു ദ പവർ. ഇൻ ക്രോസ് സിലിണ്ടർ ദ ഹാൻഡിൽ ഈസ് അറ്റാച്ച്ഡ് ടു 180 degrees ടു ദ പവർ ആണ്. Next, the angle subtended by an object on the nodal point of the reduced eye is known as visual angle. ഇത് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, at what distance direct ophthalmoscopy is performed. ഏത് ഡിസ്റ്റൻസിലാണ്? 20 to 25 സെൻറ്റിമീറ്ററിലാണ് ഡിസ്റ്റൻറ്റ് ഡയറക്റ്റ് ഒഫ്താൽമോസ്കോപ്പി പെർഫോം ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, when a cycloplegic retinoscopy has been performed using cyclopentolate, how many diopters should be deducted to compensate the ciliary tone? അപ്പോൾ നമ്മൾ സൈക്ലോപ്ലെജിക് റെറ്റിനോസ്കോപ്പി സൈക്ലോപെൻറ്റലേറ്റിൻ്റെ യൂസോടുകൂടി പെർഫോം ചെയ്യുകയാണെങ്കിൽ എത്ര ഡയോപ്റ്റേഴ്സ് അവിടെ ഡിഡക്റ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്രയാണ്? 0.75 ഡയോപ്റ്ററാണ്. ഇനി അട്രോപ്പിനാണെങ്കിൽ 1 ഡയോപ്റ്റർ ആയിരിക്കും. സൈക്ലോപെൻറ്റലേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൈക്ലോപെൻറ്റലേറ്റ് ആണ്, അത് 0.75D ആയിരിക്കും. അതുപോലെ തന്നെ ഹോമോട്രോപ്പിനാണെങ്കിൽ
0.5 ഡയോപ്റ്റർ ആയിരിക്കും. അപ്പോൾ അട്രോപ്പിനാണെങ്കിൽ 1 ഡയോപ്റ്റർ, ഹോമട്രോപ്പിനാണെങ്കിൽ 0.5 ഡയോപ്റ്റർ, സൈക്ലോപെൻഡലേറ്റ് ആണെങ്കിൽ 0.75 ആണ്. നെക്സ്റ്റ് ഡുവോക്രോം ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ, ഡുവോക്രോം ടെസ്റ്റ് ക്രോമാറ്റിക് അബറേഷൻ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വീണ്ടും ഡുവോക്രോം ടെസ്റ്റ് ആണ്. ഡുവോക്രോം ടെസ്റ്റ് സ്ലൈറ്റ്ലി മയോപിക് പേഷ്യൻസ് സീ ലെറ്റേഴ്സ് ഇൻ റെഡ് ഷാർപ്പർ. ഓക്കെ, സ്ലൈറ്റ്ലി മയോപിക് പേഷ്യൻ്റ് ആണെങ്കിൽ ലെറ്റേഴ്സ് റെഡായിട്ട് ഷാർപ്പറായിട്ടായിരിക്കും കാണാം. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈക്ലോപ്ലജിക് ഡ്രഗ്. തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് സൈക്ലോപ്ലജിക് ഡ്രഗ് അല്ലാത്തതെന്നാണ്. നമ്മളിപ്പോൾ അട്രോപ്പിൻ്റെ കാര്യം പറഞ്ഞു, സൈക്ലോപെൻഡലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോമാട്രോപ്പിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൈലോകാർപ്പിനാണ് സൈക്ലോപ്ലജിക് ഡ്രഗ് അല്ലാത്തത്. നെക്സ്റ്റ് വെൻ പെർഫോമിംഗ് റെറ്റിനോസ്കോപ്പി വിത്ത് ഡയലേറ്റഡ് പ്യൂപ്പിൾ, ഇഫ് സെൻട്രൽ ആൻഡ് പെരിഫറൽ ഷാഡോ സീൻ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ന്യൂട്രലൈസ് വിച്ച് ഷാഡോ. അപ്പോൾ റെറ്റിനോസ്കോപ്പി നമ്മൾ ഡയലേറ്റഡ് പ്യൂപ്പിൾ വെച്ച് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇഫ് സെൻട്രൽ ആൻഡ് പെരിഫറൽ ഷാഡോ സീൻ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ന്യൂട്രലൈസ് സെൻട്രൽ ഷാഡോ. ഓക്കെ, സെൻട്രൽ ഷാഡോ. നെക്സ്റ്റ് 45th, ഇഫ് ദ ഹൊറിസോണ്ടൽ മെറീഡിയൻ ഈസ് മോർ കർവ്ഡ് ദാൻ ദ വെർട്ടിക്കൽ മെറീഡിയൻ. എന്താണ് ഹൊറിസോണ്ടൽ മെറീഡിയൻ ഈസ് മോർ കർവ്ഡ് ദാൻ ദ വെർട്ടിക്കൽ മെറീഡിയൻ, ദ അസ്റ്റിഗ്മാറ്റിസം ഈസ് എഗെയിൻസ്റ്റ് ദ റൂൾ. ഓക്കെ, എഗെയിൻസ്റ്റ് ദ റൂൾ. അപ്പോൾ നമുക്കിവിടെ അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ ചെറിയൊരു നോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, വിത്ത് ദ അസ്റ്റിഗ്മാറ്റിസം ദ വെർട്ടിക്കൽ മെറീഡിയൻ ഈസ് മോർ കർവ്ഡ് ദാൻ ദ ഹൊറിസോണ്ടൽ. എന്താണ് വിത്ത് ദ അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ വെർട്ടിക്കൽ മെറീഡിയൻ മോർ കർവ്ഡ് ദാൻ ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ഹൊറിസോണ്ടലിനേക്കാളും കൂടുതലായിരിക്കും വെർട്ടിക്കൽ മെറീഡിയൻ കർവ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് എഗെയിൻസ്റ്റ് ദ റൂൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൊറിസോണ്ടൽ മെറീഡിയൻ ഈസ് മോർ കർവ്ഡ് ആയിരിക്കും. അപ്പോൾ വിത്ത് ദ അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ വെർട്ടിക്കൽ മെറീഡിയൻ ആയിരിക്കും മോർ കർവ്ഡ് ഉണ്ടാവുക. എഗെയിൻസ്റ്റ് ആണെങ്കിൽ എഗെയിൻസ്റ്റ് ദ റൂൾ അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ ഹൊറിസോണ്ടൽ മെറീഡിയൻ ആയിരിക്കും മോർ കർവ്ഡ് ആയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ the two principal meridia are not the horizontal and vertical, though these are at right angles to one another. നെക്സ്റ്റ് ബൈഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസം ആയിരിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ, ആർ നോട്ട് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. ഓക്കെ, ഹിയർ റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ആണ്, ഇവിടെ നോട്ട് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ആണ്. നെക്സ്റ്റ് 46th, 1% difference in retinal image size occur if the power distance between two eyes is 0.5 diopter ആയിരിക്കും. 1% difference in retinal image size occur if the power difference between the two eye is 0.5 difference ആണ്. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0.5 diopter difference between the refractive power of eye causes 1% difference in retinal image. അപ്പോൾ 1% difference retinal image ആണെങ്കിൽ 0.5 diopter ആയിരിക്കും. ഇനി 5% ഡിഫറൻസ് നമ്മുടെ ബ്രെയിൻ ടോളറേറ്റ് ചെയ്യും. അപ് ടു 5% ഡിഫറൻസ് നമ്മുടെ ബ്രെയിന് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിപ്ലോപ്പിയ ക്യാൻ ഒക്കർ ഈഫ് റെറ്റിനൽ ഇമേജ് സൈസ് ഈസ് മോർ ദാൻ 5%. അപ്പോൾ ഈ 5%ൻ്റെ മുകളിൽ പോയാൽ എന്താണ് ഡിപ്ലോപ്പിയ ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ്സ് വൈ അനൈസോമെട്രോപ്പിയ ഓഫ് മോർ ദാൻ 2.5 diopter is important. Next, if the refractive error in both eyes are equal, the condition is known as isometropia. രണ്ട് ഐസിലെയും റിഫ്രാക്റ്റീവ് എറർ ഈക്വൽ ആണെങ്കിൽ അത് ഐസോമെട്രോപ്പിയ ആണ്. നെക്സ്റ്റ്, if the images projected to the visual cortex from the two retinae are abnormally unequal in size and shape, the condition is known as എന്താണ് if the images projected to the visual cortex from the two retinae are abnormally unequal in size and shape, the condition is known as anisochromia. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? അനൈസോകോറിയ ഉണ്ട്, അനൈസോമെട്രോപ്പിയ ഉണ്ട്, ഐസോകോണിയ ഉണ്ട്, ഹെട്രോക്രോമിയ ഉണ്ട്. അതിനകത്ത് അനൈസോകോറിയ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഇൻ പ്യൂപ്പിൾ സൈസ് ആണ്. അനൈസോമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഡിഫറൻസ് ഇൻ പവറാണ് വരിക. അനൈസോകോണിയ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് റെറ്റിനൽ ഇമേജ് ആണ്. പിന്നെ ഹെട്രോക്രോമിയ ആണ്, അത് ഡിഫറൻസ് ഇൻ ഐറിസ് കളറാണ്. ഓക്കെ, 49th ക്വസ്റ്റ്യൻ ആണ്. വെൻ പ്ലെയിൻ മിറർ റെറ്റിനോസ്കോപ്പി ഈസ് പെർഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter, ഇവിടെ സൈക്ലോപ്ലജിക്സ് യൂസ് ചെയ്യുന്നില്ല. ഇൻ മയോപ്പിയ ലെസ് ദാൻ 1 diopter, ദ മൂവ്മെൻറ്റ് റിഫ്ലക്സ് വിൽ ബി വിത്ത് മൂവ്മെൻ്റ് ആയിരിക്കും. മൂവ്മെൻറ്റ് റിഫ്ലക്സ് വിൽ ബി വിത്ത് മൂവ്മെൻ്റ് ആയിരിക്കും.
വിത്ത് മൂവ്മെൻറ്റ് കറസ്പോണ്ട്സ് ടു ഹൈപ്പർമെട്രോപ്പിയ, എംമെട്രോപ്പിയ ആൻഡ് മയോപ്പിയ ലെസ് ദാൻ 1 diopter. എഗെയിൻസ്റ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ സീൻ ഇൻ മയോപ്പിയ മോർ ദാൻ 1 diopter. നോ മൂവ്മെൻ്റ് ആണെങ്കിൽ ഇൻ കേസ് ഓഫ് മയോപ്പിയ ഓഫ് 1 diopter. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിലത്തെ 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈൽ ഡൂയിങ് റെറ്റിനോസ്കോപ്പി ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേഷ്യൻ്റ് ആൻഡ് എക്സാമിനർ ഈസ് ഡിക്രീസ്ഡ്. എന്താണ് പേഷ്യൻ്റ് എക്സാമിനറിൻ്റെയും ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് കറക്ഷൻ നീഡഡ് വിൽ ഇൻക്രീസ്. എന്താണ് ഡിസ്റ്റൻസ് കറക്ഷൻ നീഡഡ് വിൽ ഇൻക്രീസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് കറക്ഷൻ ഈസ് ഈക്വൽ ടു 1/distance in meter. 1/distance in meter. അപ്പോൾ ഡിസ്റ്റൻസ് 1 meter ആണെങ്കിൽ കറക്ഷൻ നീഡഡ് എത്രയായിരിക്കും? 1 diopter ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് 2/3 meter ആണെങ്കിൽ കറക്ഷൻ എന്താവും? 3/2 ആവും, അതായത് 1.5 diopter ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ താങ്ക് യു.